അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അയ്യോ ഇപ്പൊ സമാധിയായനെ. നല്ല ചുട്ടുപൊള്ളണ വെയില്, ബ്ലാക്ക് ആയിട്ടേ പോണ്. എന്താകും വെയിലാകുമ്പോൾ നല്ല ആഗ്രഹം. ഇത് സ്പെക്സ് വെക്കുന്നത് ഷോയ്ക്ക് വെക്കുന്നതല്ല, എൻ്റെ കണ്ണിൽ കൂടെ ഭയങ്കരമായിട്ട് വെള്ളം വരും. വെള്ളം വരുന്നത് കൊണ്ട് വെക്കുന്നതാണ് ഞാൻ. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പഴയൊരു സ്പെക്സാണ്. അപ്പോൾ എന്താ പറയുക, കണ്ണിൽ കൂടെ വെള്ളം വരില്ല ഇത് വെക്കുമ്പോൾ. അതാണ് സംഭവം. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഗ്ലാസ് വെച്ച് കുറച്ച് ഷോ ഒക്കെ കാണിക്കും. ഇർഫാൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണേ. പിന്നെ നിന്ന് നേരം വൈകിച്ചില്ല. ഇപ്പം തന്നെ നന്നായിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ രാവിലെ പോകണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും നേരം വൈകിട്ടേ വരുത്തുള്ളൂ അറിയാം. അപ്പം ഞാൻ വിചാരിച്ച എല്ലാം ഒതുക്കിയിട്ട് ഇറങ്ങാമെന്ന്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലും കൂടി ഉണ്ടായതുകൊണ്ട് റൗണ്ടിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒന്നുകൂടി വെയിൽ കൂടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ബാക്കിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നേ. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഹോട്ടൽ തപ്പി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഇറങ്ങാനൊന്നും സമയമില്ല. എന്താ പറയുക, ഒന്നാമത് നേരം വൈകിട്ടുണ്ടായിരുന്നു. കുറേ ഹോട്ടൽ തപ്പി നടക്കുകയാണ്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. സൺഡേ ആയതുകൊണ്ട് മിക്കുള്ള കടകളും ഇല്ല. പിന്നെ എല്ലായിടത്തും ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ 80 രൂപയുടെ ബിരിയാണി എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഫുഡ് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കേട്ടോ. ആദ്യം തന്നെ ഓടാണ്, എന്താ പറയുക, ഒക്കെ വരുത്തുന്നെന്ന് പറഞ്ഞാണ് ഈ ഓട്ടം കേട്ടോ. അപ്പോൾ അത് ഇർഫാനോടെ വണ്ടി വെക്കുകയാണേ. അപ്പോൾ നമ്മൾ മിക്കുള്ള ഹോട്ടലിലും പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ചോറ് കഴിഞ്ഞു. ഒരു 2-2:15 ആയപ്പോഴത്തേക്ക് എല്ലായിടത്തും ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിക്കാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ പൊറോട്ട ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കതൊന്നും വേണ്ടായിരുന്നു വെച്ചിട്ടാണ് നടന്നത്. പിന്നെ ഒരു 80 രൂപയുടെ ബിരിയാണി കണ്ടപ്പോഴത്തേക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലേവറുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു 80 രൂപക്ക് വേണ്ട ക്വാണ്ടിറ്റിയും ക്വാളിറ്റി എന്തായാലും അതിനുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്രൈ ചെയ്ത വലിയ ചിക്കൻ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് കുറച്ച് റൈസ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലൈം ജ്യൂസും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഈ ഹോട്ടൽ വന്നിട്ട് നമ്മൾ റൗണ്ടിങ്ങിൽ നിന്ന് MG റോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് റെയിൽവേ പാളം ഉണ്ട് കേട്ടോ. അതിനോട് ചേർന്നിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ ആസ റെസ്റ്റോറൻറ്റ് ടിഫിൻ ഹൗസ് എന്നാണ് പേര്. പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് പോകണമായിരുന്നു. അവിടുത്തെ വീഡിയോയും ഫോട്ടോസൊന്നും എടുത്തില്ല, കുറച്ച് പ്രൈവസിയുടെ പ്രശ്നം കാരണമേ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു എന്താ പറയുക, നന്നായിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല എന്താ പറയുക, ഇത് കേച്ചേരി ഭാഗമായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വരുന്ന വഴിക്കുന്ന പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും കുറച്ച് പെട്ടുപോയി. പിന്നെയും നേരം വൈകി, ആകപ്പാട് ചുറ്റലായി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇനിയിപ്പോൾ ഇർഫാൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അവിടെ കുട്ടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കുറേ ആയിട്ടുണ്ടായിരുന്നു ഭാവാന്ന് പറയും. നമ്മളൊന്ന് ഇന്നെന്തായാലും ഇറങ്ങിയതല്ലേ. അപ്പം നമ്മളൊരു ബേക്കറി കയറിയിട്ട് കുട്ടിയൊക്കെ 1-2 സാധനങ്ങൾ വാങ്ങണമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം വേണ്ടി അടുത്തൊരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഒരു 7 മണി എന്തോ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എല്ലാരും കൂടെ നോക്കൂ, അറിയാത്തത് ഇതൊക്കെ ഇടും ഞാൻ കേട്ടോ. ഇതൊക്കെ ഞാൻ ഇടും. ഈ അവളെ കാണുന്നില്ല. അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരം കളിച്ച് തിരിച്ച് നിന്ന് അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിന്ന് കേട്ടോ. അപ്പം ഞാനവിടുത്തെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്, അറിയാത്ത പോലെ നിൽക്കും ഞാൻ വീഡിയോ എടുക്കാമെന്ന് നിൽക്കുക. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിവിടെ നേരെ നെസ്റ്റോയിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ വേറെ വീഡിയോ ഇടാം കേട്ടോ. അപ്പം എന്നാൽ അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.